നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 16:7. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവയാണ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത്. യഹോവ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നാണ് ഈ ഒരു വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ ഓരോ അവസരങ്ങളിലും ഏത് അവസരം എടുത്താലും അവിടെ ബുദ്ധി ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ബുദ്ധിയോട് കൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെയധികം ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ എപ്പോഴും വളരെയധികം ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കണം. അത്തരത്തിൽ വളരെയധികം ബുദ്ധിയോട് കൂടി പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു സ്റ്റോറിയാണെന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഷെർലിനാണ്. ഷെർലിൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൊഴുക്കൽ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഞാനും 2 മക്കളും. ആൻറ്റിയും മക്കളും അല്ലേ? ഓക്കെ. മക്കൾ പഠിക്കുവാണോ? പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വേദഭാഗമൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലജ്ജിച്ചു വാടിപ്പോകുന്നത് ഏതു ദേശമാണ്? ഏതാണ്? ലബാനോൻ. അത് ആൻസർ കറക്റ്റാണ്, ലബാനോൻ. ഓക്കെ. ചേച്ചി പാട്ട് പാടുന്നുണ്ടോ ഇന്ന്? പാടാമോ? ഓക്കെ, പാടിക്കോളൂ ഒരു 4 വരി. ജീവജലം ലോകമറിയാത്തയിൽ വാടിത്തളർന്നിടാതെ ജീവജലം നൽകി എന്നിൽ ബലപകർന്നിടും. ആത്മശക്തിക്ക് പൊതുജീവൻ നൽകി ഉന്നതമാം പടവുകളിലേക്ക് ആനയിച്ചിടും. ആത്മശക്തിയാൽ എനിക്ക് പൊതുജീവൻ നൽകി ഉന്നതമാം പടവുകളിലേക്ക് ആനയിച്ചിടും. നല്ല പാട്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ. ചേച്ചി പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടോ? ഇല്ല, പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം, മരുഭൂമി പോലെ ആയിരിക്കുന്നത് ഏതാണ്? ഷാരോൺ. അത് ആൻസർ കറക്റ്റാണ്, ഷാരോൺ. മൂന്നാമത്തെ ചോദ്യം, ബാഷാനും കർമ്മയിലും എന്താണ് ചെയ്യുന്നത്? ഇല പൊഴിക്കുന്നു. കറക്റ്റാണ് ആൻസർ, ഇല പൊഴിക്കുന്നു. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? യോസഫ്. എന്തുകൊണ്ടാ യോസഫിന് ഇഷ്ടം? ഒത്തിരി പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. പിന്നെ അന്യരാജ്യത്താണെങ്കിലും ഇന്ത്യക്ക് വേണ്ടി നിന്നു. അതുകൊണ്ട് ഒത്തിരി സഹിച്ചു. ഓക്കെ. എന്തായാലും വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. അതും യോസഫിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കിനി എന്തായാലും അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം, പതിരിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് എന്താണ്? വൈക്കോൽ. അതേ ആൻസർ കറക്റ്റാണ്, വൈക്കോൽ. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഷെർലി ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു, നല്ലൊരു പാട്ട് പാടി.
ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു കച്ചവടക്കാരൻ തനിക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായപ്പോൾ തൻ്റെ പ്രദേശത്തുള്ള ഒരു വലിയൊരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിച്ചു, പലിശയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ വളരെ ഒത്തിരി പലിശ ഇയാൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പണം വാങ്ങിച്ചു, പലിശയ്ക്ക് വാങ്ങിച്ചു. പക്ഷേ ഈ പലിശക്കാരൻ പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും ഈ കച്ചവടക്കാരന് മുഴുവൻ തുകയും തിരികെ നൽകാൻ സാധിച്ചില്ല. ഈ കൗശലക്കാരനായ ഈ പലിശക്കാരൻ ആ പൈസ കൊടുക്കേണ്ട ദിവസമായപ്പോൾ തന്നെ ഈ കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ കച്ചവടക്കാരൻ തൻ്റെ സാമ്പത്തിക സ്ഥിതിയും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും കാര്യങ്ങളൊക്കെ ഈ പലിശക്കാരനോട് പറഞ്ഞു. പക്ഷേ ഈ കച്ചവടക്കാരൻ പറയുന്ന ഒരു കാര്യവും കേൾക്കുവാനോ ഇനി ഒരു അവധി നൽകുവാനോ അയാൾ തയ്യാറായിരുന്നില്ല. അയാൾ ഒറ്റ കാര്യം തന്നെ പറഞ്ഞു, തനിക്ക് തൻ്റെ കാശ് എത്രയും വേഗം തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ കച്ചവടക്കാരൻ തൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കിപ്പോൾ തന്നെ മുഴുവൻ പണവും തന്നു തീർക്കാൻ കഴിയില്ല, എങ്കിലും നിങ്ങളുടെ ഒത്തിരി പലിശ തന്നിട്ടുണ്ട്, കുറച്ചും കൂടെ സാവകാശം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ പലിശക്കാരൻ പറഞ്ഞു അത് പറ്റത്തില്ല. ഈ കച്ചവടക്കാരന് വളരെയധികം സുന്ദരിയും അത്രത്തോളം സൗന്ദര്യമുള്ളൊരു മകളുണ്ടായിരുന്നു. ഈ മകളെ തനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ തനിക്ക് തരുവാനുള്ള പണമൊന്നും തനിക്കിന് വേണ്ട എന്നൊരു വ്യവസ്ഥ പറയുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും കച്ചവടക്കാരൻ തൻ്റെ മകളെ ഇത്തരത്തിലൊരു കുഴിയിൽ ചാടിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് തൻ്റെ മകളെ തള്ളിയിടുവാൻ ഈ കച്ചവടക്കാരന് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. കച്ചവടക്കാരൻ പറഞ്ഞു അതിന് പറ്റത്തില്ല, തനിക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പൈസ അധികം തരാം, കുറച്ചും കൂടെ സമയം വേണം, എൻ്റെ മകളെ ഇതിലേക്ക് വലിച്ചിഴച്ചു, എൻ്റെ മകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തനിക്കൊരിക്കലും താല്പര്യമില്ലെന്ന് കച്ചവടക്കാരൻ വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷേ പലിശക്കാരൻ തനിക്ക് ഒന്നുകിൽ പണം ഇപ്പോൾ തന്നെ മുഴുവനായിട്ട് തരിക, അതുമല്ലെങ്കിൽ തൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ ഞാൻ ഈ വ്യവസ്ഥയിൽ നിന്നും ഞാൻ തങ്ങളുടെ പണം മുഴുവനും എഴുതിത്തള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും കച്ചവടക്കാരൻ താൻ പറയുന്ന ഒരു പോയിന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുവിൽ ഇതെല്ലാം മകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മകൾ തൻ്റെ അച്ഛന് വേണ്ടി അയാൾ പറയുന്നത് എന്താണോ അതിന് സമ്മതം മൂളാമെന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അപ്പൻ ഇങ്ങനെ തന്നെ പറയുമ്പോൾ, ആ കച്ചവടക്കാരൻ ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഈ പലിശക്കാരൻ പറയുന്നുണ്ട്, ഇനി വേണ്ട, ഞാൻ വേറൊരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ 2 കല്ലുണ്ട്, ഒരു കറുത്ത കല്ലും പിന്നെ ഒരു വെളുത്ത കല്ലും. ഞാൻ ഇത് രണ്ടും എൻ്റെ കയ്യിലുള്ള ഈ ചെറിയൊരു ബോക്സിനകത്തിടാം. ഇതിൽ നിന്നും താങ്കളുടെ മകൾ കറുത്ത കല്ലാണ് എടുക്കുന്നതെങ്കിൽ എന്നെ വിവാഹം കഴിക്കണം, ഇനി വെളുത്ത കല്ലാണെങ്കിൽ ഞാൻ ഇനി താങ്കളുടെ മുഴുവൻ പണവും എഴുതിത്തള്ളാം, അല്ലെങ്കിൽ മുഴുവൻ പണവും എനിക്കിനി വേണ്ട എന്നൊരു വ്യവസ്ഥ മുൻപോട്ട് വെച്ചു. അപ്പോൾ അതിനും ഈ കച്ചവടക്കാരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇയാൾ പറയുന്നതൊക്കെയും ഈ മകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ പിന്നെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ ആ ബോക്സിലേക്ക് കല്ലിടുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഈ മകൾ ശ്രദ്ധിച്ചപ്പോൾ ഇയാൾ ഒരു വെളുത്ത കല്ലും ഒരു കറുത്ത കല്ലിനും പകരം 2 കറുത്ത കല്ലാണ് ഈ ബോക്സിലേക്ക് ഇടുന്നത് കണ്ടത്. ഇതും കൂടെ കണ്ടപ്പോൾ ഈ മകൾ എന്തായാലും അയാൾ പറയുന്ന വ്യവസ്ഥയോട് ഓക്കെ പറയുവാൻ തയ്യാറായിരുന്നു. ഒടുവിൽ തന്നെ ഈ മകൾ പറഞ്ഞു, അയാൾ എന്താണോ പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അതിൽ നിന്നും ആ കറുത്ത കല്ലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അയാളെ വിവാഹം കഴിക്കണം, ഇനി വെളുത്ത കല്ലാണെങ്കിൽ മുഴുവൻ പണവും എഴുതി തള്ളാമെന്നല്ലേ പറഞ്ഞത്, എന്തായാലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് തവണ അച്ഛൻ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും മകൾ തൻ്റെ അച്ഛന് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് ആ ബോക്സിൽ നിന്നും മകൾ ഒരു കല്ലും എടുത്തു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കച്ചവടക്കാരൻ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? പേരെന്താ? ജൽസ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആറാലിമൂട്, നെയ്യാറ്റിൻകര അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും അനിയനും. പഠിക്കുവാണോ? ഏത് ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിലാണോ? ഓക്കെ. അപ്പോൾ ബൈബിളിലെ വാക്യമൊക്കെ വായിച്ചു നോക്കിയോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
യഹോവ അവർക്ക് കൊടുത്ത പ്രതീക്ഷ എന്തായിരുന്നു? അനുദപിച്ച് സ്വസ്ഥമായിരുന്നാൽ അവർ രക്ഷിക്കപ്പെടും. ശാന്തതയിലും വിശ്വാസത്തിലും ആകുന്നു നിങ്ങളുടെ ശക്തി. യഹോവ അവർക്ക് കൊടുത്ത പ്രതീക്ഷ. അതെ, ആൻസർ കറക്റ്റാണ്. അനുദപിച്ച് സ്വസ്ഥമായിരുന്നാൽ അവർ രക്ഷിക്കപ്പെടും. ശാന്തതയിലും വിശ്വാസത്തിലുമാകുന്നു നിങ്ങളുടെ ശക്തി. ആൻസർ കറക്റ്റാണ് കേട്ടോ. ഹലോ, ഓക്കെ. മോള് പാട്ട് പാടുമോ? ഇതിലൊരു പാട്ട് പാടാമോ? പാടാം. തന്മകളായിടുവാനും എന്നിരുന്ന യോഗ്യത യോഗ്യത തന്മകളായിടുവാനും എന്നിലുള്ള യോഗ്യത കുരിശിൽ നീ നൽകിയ രുധിരത്തിൻ ശക്തിയാൽ നിന്നിലെന്നെ യോഗ്യയായി തീർത്തതാൽ ഞാൻ ധന്യയാ. യോഗ്യത തെല്ലുമില്ല യേശുവിൽ ചാരിടാൻ. തന്മകളായിടുവാനും എന്നിലുണ്ട് യോഗ്യത. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. മോള് നന്നായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. യഹോവ അവർക്ക് പ്രതീക്ഷ നൽകി, പക്ഷേ സംഭവിച്ചതെന്താണ്? അനുസരിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതെ, ആൻസർ കറക്റ്റാണ്. അനുസരിക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും എന്നവർ പറഞ്ഞതിനാൽ അവർക്ക് എന്തു ചെയ്യേണ്ടി വന്നു? ഞങ്ങൾ വേഗതയുള്ള കുതിരകളിൽ സവാരി ചെയ്യും എന്ന് പറഞ്ഞതിനാൽ അവർക്ക് എന്തു സംഭവിക്കും? അവർ ഓടിപ്പോകേണ്ടി വരും. അവരെ പിന്തുടർന്ന് വരുന്നവരും വേഗത്തിലുള്ളവർ ആയിരിക്കും. വേഗതയുള്ളവരായിരിക്കും. അതെ അതെ, ആൻസർ കറക്റ്റാണ്. അവർ ഓടിപ്പോകേണ്ടി വരും. അവരെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഇനി ഏതെങ്കിലും ഒരു ബൈബിളിലെ വാക്യം പറയാമോ? സൺഡേ ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ യോജിക്കുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈയും കീഴെ താഴ്ന്നിരിപ്പിൻ. അവകാശം എന്ന പ്രതിഫലം യഹോവ തരുന്നു എന്നറിഞ്ഞ കർത്താവായ ക്രിസ്തുവെ സേവിപ്പിൻ. ഓക്കെ, നല്ല വാക്യമായിരുന്നു. മോള് നന്നായിട്ട് പറഞ്ഞു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം. ഒരുവന്റെ ഭീഷണിയാൽ എത്ര പേരാണ് ഓടിപ്പോകുന്നത്? 5 പേരുടെ ഭീഷണിയാൽ എത്ര പേരാണ് ഓടിപ്പോകുന്നത്? ഒരുവന്റെ ഭീഷണിയാൽ 1000 ജനങ്ങളും 5 പേരുടെ ഭീഷണിയാൽ മുഴുവൻ ജനങ്ങളും. അതെ, ആൻസർ കറക്റ്റാണ്. 1000 പേരും മുഴുവൻ ജനങ്ങളും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ, ഫ്രീ ഉള്ളപ്പോൾ. ഇപ്പോൾ ജൽസ എന്നൊരു കുഞ്ഞു കുട്ടിയാണ് വിളിച്ചത്. ആ മോൾ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ട് പാടി, ബൈബിളിലെ ഒരു വചനവും പറഞ്ഞു. നല്ല കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ കച്ചവടക്കാരനെയും അയാളുടെ മകളെയും അതുപോലെ തന്നെയാണ് ആ പലിശക്കാരനെയും കുറിച്ചാണ്. അപ്പോൾ ഇയാൾ പറയുന്നതനുസരിച്ച് ആ ബോക്സിനുള്ളിൽ കറുത്ത കല്ലാണെങ്കിൽ ഈ അയാളുടെ മകളെ വിവാഹം കഴിപ്പിച്ച് തരണം. അഥവാ ഇനി വെള്ളക്കല്ലാണെങ്കിൽ, അതായത് ആ പെൺകുട്ടി എടുക്കുന്നത് വെള്ളക്കല്ലാണെങ്കിൽ ആ മുഴുവൻ പണവും എഴുതിത്തള്ളാം. മുഴുവൻ പണവും ഇനി നൽകേണ്ട ആവശ്യമില്ലാന്ന്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ ഈ മകൾ നോക്കുമ്പോൾ ഈ പലിശക്കാരൻ ഒരു വെള്ളക്കല്ലിനും മറ്റൊരു കറുത്ത കല്ലിനും പകരം ആ ബോക്സിലേക്ക് ഇടുന്നത് 2 കറുത്ത കല്ലായിരുന്നു. അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട മകൾ ഒന്നും പറഞ്ഞില്ല. അതിനെതിരെ ഒന്നും പറയാതെ നേരെ വന്നിട്ട് ആ ബോക്സിനകത്തു നിന്നും ഒരു കല്ലെടുക്കുവാൻ ഭാവിച്ചു.
ആ ബോക്സിനകത്ത് എന്തായാലും ആ കുട്ടിക്കറിയാം രണ്ടും കറുത്ത കല്ലാണ്. ഈ 2 കല്ലും ഏതെടുത്ത് താൻ കാണിച്ചാലും ഇയാളെ വിവാഹം കഴിക്കേണ്ടി വരും. അതിന് താൻ ഒരിക്കലും മനസ്സുകൊണ്ട് ഒരിക്കലും തയ്യാറുമല്ല. അത് തൻ്റെ പിതാവിനും തൻ്റെ കുടുംബക്കാർക്കുമൊക്കെ വളരെയധികം വ്യസനത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ കുട്ടി വളരെയധികം ബുദ്ധിയോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ ഇടയായി. അതിൽ 2ഉം കറുത്ത കല്ലായിരുന്നു. ആ ബോക്സിനുള്ളിൽ കൈയിട്ട് ഒരു കറുത്ത കല്ല് കയ്യിലെടുത്തതിന് ശേഷം പെട്ടെന്ന് ആ ചുറ്റും നിന്ന ആ പലിശക്കാരനെയും തൻ്റെ പിതാവിനെയും കാണിക്കുന്നതിന് പകരം കല്ല് കയ്യിലെടുത്തിട്ട് അറിയാതെ തറയിൽ വീഴുന്നൊരു ഭാവം കാണിച്ചു. ആ കല്ല് തറയിലേക്കിട്ടു. അപ്പോൾ തറയിൽ മറ്റൊരുപാട് കല്ലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നും ഒരു കല്ല് കണ്ടെത്തുക പ്രയാസമാണ് എന്ന രീതിയിൽ അവിടെ നിന്ന് അഭിനയിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്ലെടുക്കുമെന്ന് ചുറ്റുമുള്ളവർ ചിന്തിച്ചെങ്കിലും ഉടനെ ഈ മകൾ പറഞ്ഞു, എന്തായാലും ഒരു കറുത്ത കല്ലും ഒരു വെള്ളക്കല്ലുമല്ലേ, ഇനി ഞാനെടുത്ത കല്ല് ഏത് കല്ലാണെന്ന് അറിയാൻ വേണ്ടി ആ ബോക്സിലേക്ക് നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞതിന് ശേഷം ബോക്സിലേക്ക് നോക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് ഒരു കറുത്ത കല്ലാണ്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, എന്തായാലും അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തത് വെളുത്ത കല്ലായിരിക്കും. വെളുത്ത കല്ലാണെങ്കിൽ മുഴുവൻ പണവും കൊടുക്കേണ്ട എന്നതാണല്ലോ വ്യവസ്ഥയെന്ന് പറയും. അതിനുശേഷം ആ മുഴുവൻ പണവും അയാൾക്ക് കൊടുക്കണം എന്നൊരു വ്യവസ്ഥയിൽ നിന്നും തൻ്റെ പിതാവിനെ ഈ മകൾ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ പലിശക്കാരന് തനിക്ക് പറ്റിയ അബദ്ധവും ആ പെൺകുട്ടിയുടെ ആ ഒരു ബുദ്ധിയെയും കുറിച്ച് ഈ പലിശക്കാരൻ ചിന്തിച്ചത്. അയാൾ അവിടെ എളുപ്പിനായി പോവുകയും ചെയ്തു. തൻ്റെ പണം തിരികെ കിട്ടേണ്ട മുഴുവൻ പണവും അവിടെ നഷ്ടപ്പെടുകയും ആണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ബുദ്ധി കൊണ്ടാണ് തൻ്റെ പിതാവിനെയും അതുപോലെ തന്നെയാണ് തന്നെയും സംരക്ഷിക്കുവാൻ അവിടെ ഇടയായത്. നമുക്കിനി അവസാനമായിട്ടൊരു കോളും കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീന, പാലക്കാട്ട് നിന്ന്. ലീന. ഓക്കെ ചേച്ചി, പാലക്കാട് നിന്നാണല്ലേ വിളിക്കുന്നത്? അതെ അതെ. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡ്, 3 കുഞ്ഞുങ്ങള്, പിന്നെ അമ്മ. അമ്മയല്ലേ. ഓക്കെ, കുഞ്ഞുങ്ങൾ പഠിക്കുവാണോ 3 പേരും? അതെ, 3 പേരും പഠിക്കുന്നു. പേരെന്താ 3 പേരുടെയും? എന്താ? 3 പേരുടെയും പേരെന്താ? പേര്, മൂത്താളുടെ പേര് ആശിഷ്, മോള് ഐഷി, മൂന്നാമത്തെ ആള് ആഷേർ. ഓക്കെ, നല്ല പേരാണ് 3 പേരുടെയും. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? യഹോവ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? യഹോവ കാത്തിരിക്കുന്നതോ? ആ, യഹോവ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? കൃപ കാണിക്കാൻ. അതെ, ആൻസർ കറക്റ്റാണ്. നിങ്ങളോട് കൃപ കാണിക്കുവാൻ. ഓക്കെ ചേച്ചി പാട്ട് പാടുമോ? എങ്കിലും ഒരു പാട്ട് പാടാമോ? യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകാശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. നല്ല പാട്ടായിരുന്നു ചേച്ചി, നന്നായിട്ട് പാടി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ന്യായത്തിൻ്റെ ദൈവമായ യഹോവയെ കാത്തിരിക്കുന്നവർ ആരാകുന്നു? ന്യായത്തിൻ്റെ ദൈവമായ യഹോവയെ കാത്തിരിക്കുന്നവർ ആരാകുന്നു? യഹോവയെ കാത്തിരിക്കുന്നവർ ആരാകുന്നു? യഹോവയെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് അവർക്ക് അനുഗ്രഹമുണ്ടല്ലേ? അതെ, അതായത് അനുഗ്രഹിക്കപ്പെട്ടവർ, ഭാഗ്യവാന്മാർ. ഇതായാലും ഒരേ അർത്ഥം തന്നെയാണ് ഞങ്ങളുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് കേട്ടോ. ഇതാണ് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇനി ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? കഥാപാത്രം, എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. എങ്കിലും പെട്ടെന്ന് ആരാ?
എബേസർ. അതെ അതെ. ഓക്കെ, എന്തുകൊണ്ടാണ് എബേസറിന് ഇഷ്ടം? എബേസ് വ്യസനപുത്രൻ എന്ന് ഉം, അമ്മ പോലും പറഞ്ഞ ആ പേരിട്ടു. ഉം, എല്ലാവരും ഇത്തിരി സഹോദരന്മാരുണ്ടെങ്കിലും വ്യസനപുത്രൻ എന്നുള്ള പേരിട്ടത് മാത്രമല്ല, ഉം, എബേസ് സഹോദരന്മാരിൽ എല്ലാവരെക്കാളും മാന്യനായിരുന്നു. ഉം, അതെ. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ പ്രീതി അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഓക്കെ, അപ്പൊ ദൈവസന്നിധിയിൽ നീതിയും മാന്യനുമായ ഒരു വ്യക്തിയാണ് എബേസ്. ഓക്കെ. പിന്നെ വ്യസനപുത്രൻ ആയിട്ടും ദൈവം തള്ളിക്കളയാതെ നിന്നല്ലോ, പ്രാർത്ഥന കേട്ട് നിന്നതുകൊണ്ട്. മറ്റുള്ളവര് കൂടെയുള്ള സഹോദരങ്ങളും അമ്മയും എല്ലാവരും തള്ളിക്കളയുമ്പോഴും ഉം. ദൈവം ചേർത്ത് നിർത്തിയത്. ഓക്കെ, എന്തായാലും എബേസിനെ കുറിച്ച് ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. അടുത്ത ചോദ്യം: നിങ്ങൾ മത്സരബുദ്ധികളാണെങ്കിലും അതിനു നടുവിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മത്സരബുദ്ധികളാണെങ്കിലും അതിനു നടുവിൽ ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്താണ്? മത്സരബുദ്ധികളായിരുന്നു. നമുക്ക് എന്താണ് ദൈവം കരുതിയിരിക്കുന്നത്? കൃപയും കരുണയും. അതെ, ആൻസർ കറക്റ്റാണ്. കൃപയും കരുണയും. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? വചനം: അതെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഉം. യെശയ്യാവ് 40:31. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം: യഹോവ നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും എന്തു നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല? നമ്മുടെ ഉപദേഷ്ടാവിനെ. അതെ, ആൻസർ കറക്റ്റാണ്. നിങ്ങളുടെ ഉപദേഷ്ടാവ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ചേച്ചി ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പാലക്കാട് നിന്നും ലീന ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ തന്നെയാണ് ഒരു പാട്ട് പാടി. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ഒരു ബുദ്ധിമതിയായ ഒരു യുവതിയുടെ കഥയാണ് പറഞ്ഞത്. കച്ചവടക്കാരൻ്റെ മകളെ സ്വന്തമാക്കുവാൻ ആ പലിശക്കാരൻ വളരെയധികം കൗശലത്തോടു കൂടി പ്രവർത്തിച്ചെങ്കിലും ഈ മകളുടെ ബുദ്ധി കാരണം തൻ്റെ പിതാവിനെയും അതുപോലെ തന്നെയാണ് തന്നെയും സംരക്ഷിക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരുടെ മുൻപിൽ നമ്മൾ ചിലപ്പോൾ കബളിപ്പിക്കപ്പെടാൻ ഇടയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ബുദ്ധിപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ആരുടെ മുൻപിലും തോറ്റുപോകും. പക്ഷേ വളരെയധികം ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ സാധിക്കും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.